ജയ ജയ സ്വാമിൻ ജയ 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 സ്വാമിൻ ജയ 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 ജിതവൈരി വർഗപ്രചണ്ഡ ജയ ജയ ജിതവൈരി വർഗപ്രചണ്ഡ ജയ ജയ ഗജമുഖ ജയ വക്രതുണ്ഡ ജയ ജയ ഗജമുഖ ജയ വക്രതുണ്ഡ ജയ ജയ സ്വാമിൻ ജയ 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 സ്വാമിൻ ജയ ജയ മൂഷികവാഹന മുനിഗണവന്യ ദോഷരഹിത ദുരിതാസുരവൃന്ദ മൂഷികവാഹന മുനിഗണവന്യ ദോഷരഹിത ദുരിതാസുരവൃന്ദ ശേഷഭൂഷണ ശൈവ വാരിധി ചന്ദ്ര പോഷിത പരിജന പുണ്യക കന്ദ ശേഷഭൂഷണ ശൈവ വാരിധി ചന്ദ്ര പോഷിത പരിജന പുണ്യക കന്ദ ജയ ജയ സ്വാമിൻ ജയ 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 സ്വാമിൻ ജയ ജയ. നാടകം കാണാനെത്തിയിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഫാസ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിലേക്ക് സ്നേഹസ്വാഗതം. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും. അതിനു മുൻപ് ഈ രംഗവേദിയിലേക്ക് എത്തി നോക്കാൻ സാധ്യതയുള്ള എല്ലാ വൈദ്യുത ദീപങ്ങളും അണച്ചു തന്ന് ഞങ്ങളോട് പരമാവധി സഹകരിക്കുവാൻ സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഈ നാടകം വെറുമൊരു കഥയല്ല. നൂറുകണക്കിന് വർഷങ്ങളായി വാമൊഴിയായും വരമൊഴിയായും മലയാളക്കരയിലെ ഓരോ മണൽത്തരികളെപ്പോലും തഴുകിത്താലോലിച്ച് കടന്നുപോയ ചില ഐതിഹ്യങ്ങളുണ്ട്. നാടോടിപ്പാട്ടുകളിലും പഴങ്കഥകളിലും കെട്ടുകഥകളിലും മറ്റും പരിലസിച്ച് ഭാവനാവിലസിതമായ മലയാളക്കരയാകെ പടർന്ന അത്തരം ഐതിഹ്യങ്ങളിൽ മുൻപന്തിയിൽ വരുന്ന ഒന്നാണ് പറയിപറ്റ പന്തിരുകുലം. 15 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നാട് മുഴുവൻ ഭ്രാന്തൻ എന്ന് വിളിച്ച ഉന്മാദത്തിൻ്റെ ലഹരി പടർന്ന ഒരു മഹാജ്ഞാനിയുടെ കഥ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ സവിനയം സമർപ്പിക്കുന്നു. ഒരു ഭ്രാന്തൻ്റെ സ്വപ്നം.
എന്താ നാറാണത്തെ, സാധാരണ പാണൻ ഈ വഴി പോകുമ്പോൾ ഇവിടെ കാണാറില്ലല്ലോ. ഇന്ന് കല്ലുരുട്ടി കയറ്റാനൊന്നും പോയില്ലേ? പോയി. ഉരുട്ടിക്കയറ്റിയതിനെ ഉച്ചിയിൽ നിന്നും താഴേക്കിട്ടു. നാറാണത്തൊരു ഭ്രാന്തനല്ലെന്ന് ഈ പാണന് നല്ലോണം അറിയാം. രാവിലെ മുതൽ മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി താഴേക്ക് ഉരുട്ടിവിട്ട് അത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുക. ജീവിതത്തിൽ എത്ര അധ്വാനിച്ചാലും എത്ര വെട്ടിപ്പിടിച്ചാലും അതെല്ലാം ഇല്ലാണ്ടാവാൻ ഒരു നിമിഷം മതിയെന്നല്ലേ അങ്ങ് ഈ പ്രവൃത്തി കൊണ്ട് അർത്ഥമാക്കുന്നത്? കണ്ണും കാതുമില്ലാത്ത കൽദൈവങ്ങൾ ഒന്നും തരുന്നില്ല. ഇതെല്ലാമുള്ള മനുഷ്യരോ ഒന്നും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. ശരിയല്ലേ പാണ? എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുതേ നാറാണത്തെ. കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട്. ഓ, പാണൻ അങ്ങനെയുള്ള മനുഷ്യനാണോ? ഏറെക്കുറെ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നാറാണത്തെ, അങ്ങനെയല്ലെന്ന് തെളിയിക്കാനാവുമോ? വലിയവരെ പരീക്ഷിക്കാൻ ഈ ഭ്രാന്തനില്ലേ? അല്ല, പാണൻ എവിടെ പോയിരുന്നു ഇത്ര രാവിലെ? ഇന്ന് നമുക്ക് ഒരു വിശേഷ ദിവസമായിരുന്നു. പുഴക്കരയിലെ കരിങ്കാളിയുടെ മുമ്പിൽ ഒരർച്ചന നടത്തി. പിന്നെ കുന്നുംപുറത്തെ ദേവനെ കണ്ട് ഇച്ചിരി സങ്കടം പാടി. മലവേടന്മാരുടെ മാടമ്പിക്കല്ലിനു മുമ്പിൽ അരനാഴിക നേരം ഉടുക്കുകൊട്ടി. കഴിഞ്ഞോ എല്ലാം? ആ, ഇനി തേവരെ ഒന്നുകൂടെ കണ്ടു വണങ്ങി സന്ധ്യയ്ക്ക് മുമ്പേ കൂര പറ്റണം. എന്താ നാറാണത്തെ ഒരു പരിഹാസം? പല കുഴി കുഴിക്കാതെ ഒരു കുഴി കുഴിച്ചെങ്കിൽ ആ കുഴി കുളമായി വെള്ളവും തന്നേനെ. മനസ്സിലായി നാറാണത്തെ. പല ദൈവങ്ങളെ തൊഴാതെ ഒരു ദൈവത്തോട് അപേക്ഷിച്ചെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടായേനേ എന്നല്ലേ? ഓ, പാണൻ അങ്ങനെ തോന്നിയോ? പല കുഴികൾ പല നാളായിട്ട് കുഴിച്ചുകൊണ്ടിരുന്നാൽ എല്ലാത്തീന്നും വെള്ളം കിട്ടില്ലേ? കിട്ടിയാൽ കൊള്ളാം. കിട്ടുമെന്ന് ഉറപ്പുണ്ടോ പാണന്? വിശ്വസിച്ചു ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും. അത്രയ്ക്ക് വിശ്വാസിയാണോ പാണൻ? എന്താ സംശയം? സംശയമൊന്നുമില്ലേ? നന്നായി വിശക്കുന്നുണ്ടല്ലോ പാണ. കയ്യിലെന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഞാനിത് അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. കഞ്ഞി ഉണ്ടായിരുന്നത് തീർന്നു. ആ, സാരമില്ല, വടിയുണ്ടാക്കാം. എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. ചുടലേന്നുള്ള ചന്ദനമുട്ടിയുടെ കനല കഴിക്കുന്നോ? കനലോ? കനല് കഴിക്കാനോ? എന്താ കഥ? നാറാണത്ത് നമ്മെ പരിഹസിക്കുകയാണോ? ഇതൊന്ന് കഴിച്ചു നോക്കൂ പാണ. രുചി ബഹുകേമം. ഹൗ, കൈ പൊള്ളിയിലോ നാറാണത്തെ? വിശ്വാസമുണ്ടെങ്കിൽ എന്തും നടക്കുമെന്നല്ലേ പറഞ്ഞത്? കണ്ണിനു മുന്നിൽ കനല് തിന്നുന്നത് കണ്ടില്ലേ? എന്നിട്ടും വിശ്വാസമായില്ലേ പാണന്? ഭഗവാനെ, സമ്മതിച്ചു. നമിച്ചിരിക്കണു. തച്ചനാണല്ലോ വരണത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. പുളിയന്നൂർ തച്ചൻ എങ്ങോട്ടാണോ ആവോ? ഉളിയന്നൂർ തച്ചനായിരുന്നു പണ്ട്. ഇപ്പൊ പെരുന്തച്ഛനാണ്. കല്ലുരുട്ടി നടക്കുന്നതിനിടയിൽ നാറാണത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അല്ലേ? കല്ലടിക്കോട് തച്ചനൊരു കുളം കുത്തിയെന്നും കിഴക്ക് നിന്ന് നോക്കിയാൽ ചതുരം, പടിഞ്ഞാറ് നിന്ന് നോക്കിയാൽ ത്രികോണം, തെക്ക് നിന്ന് നോക്കിയാൽ സമചതുരം, വടക്കുനിന്ന് നോക്കിയാൽ വൃത്തം എന്നൊക്കെ പാണം പാടിക്കേട്ടു. പാണനുള്ളതും പാടും ഇല്ലാത്തതും പാടും. പക്ഷേ കുളം
അതൊരു സത്യമാണ്. ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ഉദയന്നൂർ കോട്ട വഴി പോകുമ്പോൾ നാറാണത്ത കുളമൊന്ന് കാണാൻ മറക്കണ്ട. ഉളിയന്നൂർ തച്ചൻ പെരുന്തച്ഛനാതെങ്ങനെയെന്ന് നാറാണത്തിന് അപ്പം മനസ്സിലാകും. അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല തച്ചാ. അതെന്താ നാറാണത്തെ അങ്ങനെ പറഞ്ഞത്? കിഴക്കോട്ട് നോക്ക് തച്ചാ. കടല് കാറായി മാനത്ത് കയറി. കാട്ടിൽ കൊടുമ്മാരി തോരാതെ ഇത് പകൽ 7. ഒരു വർഷം കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്നാൽ കിഴക്ക് പെയ്യുന്ന ഈ ഒറ്റ വർഷം കഴിയുമ്പോൾ പുഴ കടന്നാരും കുളം കാണാൻ പോകില്ല തച്ചാ. തച്ചൻ പണിത കുളമാണെങ്കിൽ അത് കാണാൻ കടൽ കടന്ന ആളുകൾ വരും നാറാണത്തെ. അതിന് തച്ചാൻ ഒരു പുതിയ കുളം കുത്തുന്നതായിരിക്കും നല്ലത്. അല്ല, പെരുന്തച്ഛൻ ഇവിടെ നിൽക്കുകയാണോ? ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്താ കാര്യം നായരെ? ഉടനെ എത്താൻ നാടുവഴി തമ്പുരാന്റെ കൽപ്പന. എന്താണാവോ ഇത്ര അത്യാവശ്യം? പെരുന്തച്ഛൻ അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. മഴയാണെങ്കിൽ കനത്ത മഴ. അല്ലടിക്കോട് മുക്കണ്ണൻ മലയിൽ ഉരുൾപൊട്ടി. മലവെള്ളം പുഴയിലിറങ്ങി. പുഴ കരകവിഞ്ഞ് ദിശ മാറി ഒഴുകി. ഒരുപാട് ആളുകൾ മരിച്ചു. വീടുകൾ വെള്ളത്തിനടിയിലായി. ആടുമാടുകൾ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയി. തന്നെയല്ല, പെരുന്തച്ഛൻ തീർത്ത അത്ഭുത കുളമുണ്ടല്ലോ, അതിപ്പോൾ കാണാനില്ല. കുളം മുങ്ങിപ്പോയി. 3 ആൾ പൊക്കത്തിലാണ് മലവെള്ളപ്പാച്ചി. കിഴക്ക് പെയ്യുന്ന ഈ ഒറ്റ വർഷം കഴിയുമ്പോൾ പുഴ കടന്നാരും കുളം കാണാൻ പോകില്ല തച്ചാ. ഈശ്വര, എന്തായി കേക്കണത്? സമയം കളയാതെ പുറപ്പെടുക വച്ചാ. ആടുവാഴികൾ കാത്തിരിക്കുന്നു. പെരുന്തച്ചാ, കടികിട തെറ്റാതെ കല്ലിലും തടിയിലും കൊത്തുന്ന ഇടം കൈയിലെ വീതിളിയുണ്ടല്ലോ, അതിന് മനുഷ്യന്റെ പച്ചമാംസത്തെ മുറിക്കാൻ കഴിയുമെന്ന് മറക്കണ്ട. മോനെ അജയ, പെരുന്തച്ഛനേക്കാളും വളർന്ന അച്ഛൻ്റെ മകനെ, അച്ഛൻ്റെ കയ്യിലെ ഉളിയിൽ നിന്റെ കഴുത്തിൻ്റെ അളവ് പതിഞ്ഞു കഴിഞ്ഞു കുഞ്ഞെ. ഇവിടെ ഈ ചുടലപ്പറമ്പിൽ നിന്റെ രക്തം മണക്കുന്നല്ലോ കുഞ്ഞെ. മാത്രകൾക്കപ്പുറം നിന്റെ പ്രേതത്തിന് ഈ ഭ്രാന്തൻ കാവൽ. ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരീ പ്രേതങ്ങളലറുന്ന നേരം, പേയും പിശാചും പരസ്പരം തീവട്ടി പേറി അടരാടുന്ന നേരം, നാദങ്ങളിൽ സർവനാശമിടിവെട്ടുമ്പോൾ ആഴങ്ങളിൽ ശ്വാസ തന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചു പോകുന്നു ഞാൻ. വീണ്ടും ഒരു നാൾ വരും, വീണ്ടും ഒരു നാൾ വരും, എന്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും. പിന്നെ ഇഴയുന്ന ജീവന്റെ അടലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കളിട ചേർന്ന് ഒരദ്വൈത പത്മമുണ്ടായി വരും.
പാതിരാത്രിയിൽ കരിനാഗങ്ങളും കടവാവലുകളും യക്ഷിയും മനുഷ്യരും ചുടലയെ ഭയന്ന് പുറത്തിറങ്ങാത്ത കൃഷ്ണപക്ഷത്തിലെ ഈ അമാവാസി നാളിൽ, അതും ഈ ചുടലപ്പറമ്പിൽ, നമ്മെ ഭയക്കാതെ സുഖസുഷുപ്തിയിൽ ആണ്ടുകിടക്കുന്ന ആൾ ആരാണ്? ആരായാലും ഈ അഹങ്കാരിയെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഹേ മനുഷ്യ, ലോകത്തിലെ സകല പിശാചുക്കൾ പോലും ഭയക്കുന്ന ഈ ചുടലഭദ്രയ്ക്ക് മുൻപിൽ കിടന്നുറങ്ങാൻ മാത്രം ധൈര്യമോ നിനക്ക്? ആരാണെന്നാ പറഞ്ഞേ? ഞാൻ ചുടലഭദ്രകാളി. എന്തു വേണം? ഹേ പ്രാകൃതനായ മനുഷ്യ, ഞാൻ ചുടലപ്പറമ്പുകളുടെ ഉടമസ്ഥ, ഗതി കിട്ടാതെ അലയുന്ന ദുഷ്ടാത്മാക്കളുടെ ദേവത. ഈ ദിവസം എന്റേതാണ്. എനിക്കിഷ്ടമുള്ള ഈ ചുടലപ്പറമ്പിൽ മതിയാവോളം എനിക്ക് നൃത്തം ചെയ്യണം. അതെന്റെ അവകാശമാണ്. അതിനെന്താ, ചെയ്തോളൂ. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. വിട്ടി, നിനക്ക് നമ്മളുടെ രീതികൾ അറിയില്ലേ? നാം നൃത്തം ചെയ്യുന്നത് സൂര്യനോ ചന്ദ്രനോ കാണില്ല, മനുഷ്യനോ മൃഗമോ കാണില്ല, കാണാൻ പാടില്ല. അതാണ് കീഴ്വഴക്കം, അതാണ് ഞങ്ങളുടെ നിയമം. അതിനിപ്പോ ഞാനെന്തു വേണം? എത്രയും വേഗം നീ ശവപ്പറമ്പിൽ നിന്നും പോയി തരണം. സാധ്യമല്ല, ഇത് ഞാൻ ഉറങ്ങുന്ന സ്ഥലമാണ്. നിന്നെ ഭയപ്പെടുത്തി ഓടിക്കാൻ ഈ ചുടലയ്ക്ക് ഒരു നിമിഷം മതി. മര്യാദയ്ക്ക് നീ ഇവിടം വിട്ടുപോയിക്കോളൂ. അത് ശരി, എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എന്താ, ഭയപ്പെടുത്തി കഴിഞ്ഞോ? ഭയപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ ഒന്ന് പോണം. എനിക്കൊന്ന് ഉറങ്ങണം. ഇയാൾ ഒരു സാധാരണ മനുഷ്യനല്ല. സാധാരണ മനുഷ്യർ എൻ്റെ മിഴികൾ പതിഞ്ഞാൽ സപ്തനാഡികളും തളർന്ന് അസ്തപ്രജ്ഞരായി പോകേണ്ടതാണ്. എൻ്റെ അലർച്ചയുടെ പ്രകമ്പനത്തിൽ ഏതൊരാളുടെയും കർണപടലങ്ങൾ പൊട്ടേണ്ടതാണ്. ഹൃദയവിസ്ഫോടനം നടക്കേണ്ടതാണ്. പക്ഷേ ഇയാളിൽ ഇതൊന്നും പ്രകടമാകുന്നില്ല. ദിവ്യത്വമുള്ള ഒരു ദേഹിയാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ. അതല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ചോദിച്ചത് കേട്ടില്ലേ? ഭയപ്പെടുത്തി കഴിഞ്ഞോന്ന്. ക്ഷമിക്കണം, അങ്ങ് ആരാണ്? ആരായാലും നിസ്സാരക്കാരനല്ല. ആരെന്നരുളിയാലും ഞാൻ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നൃത്തം ചെയ്യാം, അല്ലെങ്കിൽ പോകാം. ഞാൻ പോകാം. പക്ഷേ ഞങ്ങൾക്കൊരു രീതിയുണ്ട്. ഏതെങ്കിലും മനുഷ്യൻ മുമ്പിൽ വന്നുപെട്ടാൽ ഒന്നുകിൽ ശപിക്കണം, അല്ലെങ്കിൽ വരം നൽകണം. ആയിക്കോട്ടെ, എങ്കിൽ ശപിച്ചോളൂ. അങ്ങേ ശപിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വരം ചോദിച്ചാലും. വരമോ? അത് കൊള്ളാലോ. എങ്കിൽ ഞാനെന്ന് മരിക്കുന്നു പറയാമോ? അതിനെന്താ, പറയാമല്ലോ. ഇനി 34 സംവത്സരങ്ങളും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ മരിക്കും. അതെയോ? എന്നാൽ എനിക്ക് ഒരു ദിവസം കൂടി ജീവിക്കണം. അതിനുള്ള വരം തരൂ. അയ്യോ, അത് ഞാൻ വിചാരിച്ചാൽ കഴിയില്ല. ഒരു ദിവസം എന്നല്ല, ഒരു മാത്ര കൂടി നീട്ടാൻ എനിക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞതിലും ഒരു ദിവസം മുമ്പേ ഞാൻ മരിച്ചോളാം. അതിനനുഗ്രഹിച്ചോളൂ. അതും നിവൃത്തിയില്ല. വരം തരാൻ ഇറങ്ങിയിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്ത് കഴിയും? എങ്കിലൊരു കാര്യം ചെയ്യൂ. എൻ്റെ ഇടത്തെ കാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റിത്തരണം. അത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് സാധ്യമായേക്കും. തീർച്ചയായും. തദാസ്തു, തദാസ്തു.
തിരുമുടികളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിലിക്കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒമ്പതിനായിരത്തി 998, 9999, 10,000, 10,001. എന്താ നാരായണത്തെ, ഉറുമ്പിൻ കൂട്ടത്തിനോടൊപ്പമാണോ കളി? അല്ല, ഉറുമ്പിനെ എണ്ണുകയാണോ? എത്ര എണ്ണം പോയി? കാൽവണ്ണയിലൂടെ 10,000 പോയി. ഇനി ഒരു 10,000 കൂടി പോയാൽ ശരിയാകും. മനസ്സിലായി. ശരിയാ നാരായണത്തെ, പെമ്പറന്നവരുടെ വാദം ചികിത്സിച്ച് 10,000 പോയി. അപ്പോൾ ഒരു 10,000 കൂടെ ചെലവാക്കിയാൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നല്ലേ? അപ്പോ മനസ്സിലായില്ലേ? അല്ല, ഇതാരാ? അഗ്നിഹോത്രികളോ? ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നു. എങ്ങോട്ടായിരുന്നു യാത്ര? ശരിയാ പാക്കനാരെ, കാശിയാത്ര കഴിഞ്ഞു വരുന്ന വഴിയാണേ. ഈ ജന്മത്തിലും മുജ്ജന്മത്തിലുമുള്ള പാപങ്ങളെല്ലാം തീരാൻ ഗംഗയിലും യമുനയിലും അങ്ങ് മുങ്ങി നിവർന്നു. സകല പാപവും തീർന്നു. പക്ഷേ ഒരു സങ്കടം പാക്കനാരെ. അതെന്താണാവോ? നമ്മുടെ സ്വർണം കെട്ടിയ ഒരു വടിയുണ്ടല്ലോ, അത് ആ ഗംഗയിലങ്ങ് നഷ്ടപ്പെട്ടു. അത്രേ ഉള്ളോ? വടി തിരിച്ചു കിട്ടിയാൽ പോരെ? അതിപ്പോൾ ശരിയാക്കി തരാം. അതെങ്ങനെയാ പാക്കനാരെ? അത് പാക്കനാരിപ്പോൾ കാണിച്ചു തരാം, കണ്ടോളൂ. അല്ല, ഇത് അത്ഭുതമായിരിക്കണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു പാക്കനാരെ? ഗംഗയിൽ പോയ വടി ഇവിടെ ഈ ചുടൽപ്പറമ്പിൽ പൊങ്ങി, അത്ര തന്നെ. ഓ, മനസ്സിലായി മനസ്സിലായി. പാക്കനാരുടെ ഓരോ വിദ്യകളെ. സന്തോഷായിട്ടോ പാക്കനാരെ? ആവൂ, വല്ലാത്ത ക്ഷീണം. അല്പം വിശ്രമിച്ചിട്ടാകാം ഇനി യാത്ര. മാത്രമല്ല, ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ മുല്ലശ്ശേരി പാർവതിയാരുടെ നൃത്തമുണ്ടത്രേ. അങ്ങോട്ട് ആലോചിച്ചപ്പോ ഇരിക്കാനൊട്ട് തോന്നണില്ല. അതിനു വേണ്ടി അഗ്നിഹോത്രികൾ അവിടം വരെ പോകണമെന്നില്ല. പാർവതിയാരെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. അപ്പോൾ വിശ്രമവും ഇവിടെ ആകാം, അല്പം നൃത്തവും ആസ്വദിക്കാം. എന്തു പറയുന്നു അഗ്നിഹോത്രികളെ? അതിപ്പോ നാരായണത്തും പാക്കനാരുമൊക്കെ എന്തൊക്കെയോ മായാജാലങ്ങൾ കാട്ടാറുണ്ടെന്ന് നമ്മൾ ധാരാളം കേട്ടിരിക്കണു. തന്നെയല്ല, ഒരു കൂട്ടം ഇവിടെ ഇപ്പൊ കാണിക്കണ്ടായില്ലേ? എന്നാലും അത്രയ്ക്കങ്ങ് കാണിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യക്കുഞ്ഞു പോലും വരാത്ത ഈ ചുടലക്കാട്ടിലേക്ക് പാർവതിയാരെ എങ്ങനെ വരൂ എന്റെ പാക്കനാരെ? നമുക്കൊരു കയ്യങ്ങ് നോക്കാം. അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിലും ഇടമേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിലും ഇടമില്ലേ
ഭേഷ് ബലെ ഭേഷ്. നൃത്തം കെങ്കേമമായിരിക്കുന്നു പാക്കനാരെ. അല്ല, നാരായണത്തിന് നൃത്തം അത്ര ഇഷ്ടമല്ലായിരുന്നുണ്ടോ? എന്താ, അങ്ങനെയാണോ? ഇതാണോ നൃത്തം? വിഭൂതികൾ പറക്കുന്ന ഈ ചുടലപ്പറമ്പിൽ എന്നും നൃത്തമുണ്ട്. ഗതി കിട്ടാതെ അലയുന്ന പരേതാത്മാക്കളുടെ നൃത്തം, ഉഗ്രരുദ്ര താണ്ഡവം. എന്താ, അത് കാണാൻ ചങ്കുറപ്പുണ്ടോ മേളത്തെ അഗ്നിഹോത്രിക്ക്? ശിവ ശിവ, എന്താണ് ഈ കേക്കണേ? ഇതൊക്കെ സത്യാണോ പാക്കനാരെ? നേരവും അറിയുന്നവനാണ് നാറാണത്ത്. വെറും വാക്ക് പറയില്ല. നേരാണങ്ങുന്നേ, ഇവിടെ ഇപ്പോൾ പരേതാത്മാക്കളുടെ നൃത്തം തുടങ്ങാനുള്ള സമയമായി. അയ്യോ, ഇതൊക്കെ ആരാണ് നാറാണത്തെ? നമുക്ക് ഭയാവുന്നല്ലോ. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ആരൊക്കെയാണെന്ന് അഗ്നിഹോത്രിക്ക് സംശയം. പറഞ്ഞിട്ട് മതി ഇനി താണ്ഡവം. ഞാൻ രായന്നൂർ കുമാരൻ. ഒന്നിച്ച് ജീവിക്കാനായി ജീവനതുല്യം ഞാൻ സ്നേഹിച്ച എൻ്റെ ഭാര്യയും അവളുടെ ചാരനും ചേർന്ന് എന്നെ ശ്വാസം മുട്ടിച്ച് മയക്കി കരിയില കൂട്ടി തീയിട്ടു കൊന്നവൻ. ആ ഞാനിപ്പോൾ ഗതികിട്ടാ പ്രേതമായി ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. അപ്പോ ഇതോ? ഞാൻ അകവൂർ ചേകോർ. ഗർഭിണിയായ ഭാര്യ പ്രസവിച്ചതെറിഞ്ഞ് ഒരച്ഛനായല്ലോ എന്നുള്ള സന്തോഷത്തിൽ ദൂരദേശത്തു നിന്നും വരുന്ന വഴി കാണിക്കയിടാൻ അമ്പലഭണ്ഡാരത്തിനരികിലെത്തിയപ്പോൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് തമ്പ്രാക്കന്മാർ കെട്ടിയിട്ട് തല്ലിക്കൊന്ന അകവൂർ ചേകോൻ. അപ്പ ഈ അടുത്തയാളോ, ഈ മൂന്നാമൻ? ഞാൻ അജയൻ. മകന്റെ വളർച്ചയിൽ അസൂയ തോന്നിയ ഒരു അച്ഛൻ അറിയാത്ത ഭാവേനെ വീതുളി താഴേക്കിട്ടു കൊന്ന ഒരു പാവമാശാരി. തച്ചന്മാരിൽ പെരുന്തച്ഛനായ ഉളിയന്നൂർ തച്ചന്റെ മകൻ അജയൻ. മകനെ അജയ, ഏതാനും മഹത്രകൾക്ക് അപ്പുറത്ത് നിന്റെ പ്രേതത്തിന് ഈ ഭ്രാന്തൻ കാവൽക്കാരൻ. അശാന്തമായ മനസ്സോടെ ഗതി കിട്ടാതലയുന്ന ആത്മാക്കളെ, ഈ രാത്രി വേണ്ട നിങ്ങളുടെ താണ്ഡവം. പോവുക, മടങ്ങിപ്പോവുക. ആവൂ, ആശ്വാസായി. പാക്കനാരൊരു വിദ്യ കാണിച്ചു. നാരായണത്തും മതി, ഇനി നമുക്ക് അനുഭവിക്കാനാവില്ല. അഗ്നിഹോത്രിക്ക് ഇപ്പോ പേടി തോന്നി തുടങ്ങിയല്ലേ? അത് ചോദിക്കാനുണ്ടോ? ആ മുഖത്ത് കണ്ടില്ലേ? അല്ല പാക്കനാരെ, ഒരു സംശയം. പലപ്പോഴായി ചോദിക്കണം എന്ന് വിചാരിക്കണു. ചില സമയങ്ങളിൽ നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ ഒരേ ഛായ തോന്നുന്നു. അതുപോലെ നമ്മുടെ ഉപ്പൂറ്റനും ജനകനും പാക്കനാരുടെ അതേ ശബ്ദം. നമ്മുടെ ചാത്തനും പാണനും നടക്കുമ്പോൾ ഈ നാരായണത്തിൻ്റെ അതേ താളം. എന്നാൽ പെരുന്തച്ഛൻ്റെ കണ്ണുകളോ, അത് നിങ്ങൾ രണ്ടാളുടെയും കണ്ണുകൾ പോലെ തന്നെ. എന്തായിരിക്കും ഈ സാമ്യത്തിന് കാരണം പാക്കനാരെ? അങ്ങനെ ചോദിച്ചാൽ അങ്ങേക്കും രാജകുമാരി കാരക്കലമ്മയ്ക്കും ഒരേ കുലീനതയാണെന്ന് സംസാരമുണ്ട്. ഓ, അതെന്തായിരിക്കും നാരായണത്തെ അങ്ങനെ? സമയമാകുമ്പോൾ എല്ലാം അറിയും. അതിനെ അധിക നേരം കാത്തിരിക്കേണ്ടി വരില്ല. നിങ്ങളുടെ സന്ദേഹത്തിനുള്ള ഉത്തരം നാം പറയാം.
ഈ ചുടലപ്പറമ്പിൽ നമ്മളെ കൂടാതെ ആരാ ഉള്ളത്? എവിടെന്നാ ഈ ശബ്ദം? അല്ലയോ അഗ്നിഹോത്രി, നാം വൈലാക്കുന്നിലപ്പന്റെ പ്രകാശവലയമാണ്. പാക്കനാരെ, നാരായണത്തെ, ഒടുവിൽ ആ രഹസ്യമറിയുന്നതിനുള്ള സമയം ആഗതമായി. നാളെ അപരാഹ്നം കഴിഞ്ഞ് സായാഹ്നം തുടങ്ങുമ്പോൾ കുന്നിൻചെരുവിലെ കോവിലിൽ ഒരു മണി മുഴങ്ങും. നിങ്ങൾ എവിടെയായാലും എല്ലാവരും അവിടെ എത്തിച്ചേരുക. അവിടെ നിങ്ങളെപ്പോലെ മറ്റു ചിലരുമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു ദിനമാണ് നാളെ. അത് മറക്കണ്ട. ഈ നാടകം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. അതിനു മുൻപ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. നാടകരചന മനോജ് ടി.എം. റെക്കോർഡിംഗ് കലാഭവൻ ബഷീർ, കലാഭവൻ സ്റ്റുഡിയോസ്, പെരുമ്പാവൂർ. ദീപവിധാനം ശശി വളയഞ്ചിറങ്ങര. ശബ്ദവും വെളിച്ചവും വിശ്വൻ, വിശ്വാസ് സൗണ്ട്സ്, ചേലാമറ്റം. രംഗമൊരുക്കുന്നവർ ഗോപാലൻ നൂലേലി, ശശി. കഥാപാത്രങ്ങളും വേഷമിടുന്നവരും: നാറാണത്ത് ഭ്രാന്തൻ ബാബു കാഞ്ഞിരക്കോട്ടിൽ, പെരുന്തച്ചൻ വി അജയ്കുമാർ, അഗ്നിഹോത്രികൾ ഹരി ഇരിങ്ങോൾ, വരരുചി സി വി രാജേഷ്, പാണനാർ സുന്ദരൻ നെടുമ്പിള്ളി, പാക്കനാർ മിയ അഷ്റഫ്, വായിലാക്കുന്നിലപ്പൻ കുമാർ സെൻ, വടുതല നായർ എം എസ് ചന്ദ്രൻ, നർത്തകിയും കാരക്കലമ്മയും അനുശ്രീ, ചുടലഭദ്രകാളി പ്രിയ സുധീഷ്, പഞ്ചമി ഗ്രേസി, അകവൂർ ചാത്തൻ രാമചന്ദ്രൻ, രചകൻ പ്രതാപൻ, വള്ളോൻ മനോജ് കാപ്പിള്ളി, ഉപ്പുകൂറ്റൻ വിനയൻ. നാടക സംവിധാനം ഐമുറി വേണു. നിങ്ങൾക്കേവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാടകം തുടരുന്നു. ആഹാ, ഇത് പതിവില്ലാത്തതാണല്ലോ പലരും ഈ കുന്നിമോളില്. പാക്കനാരും ഇവിടെ പതിവില്ലാത്തതാണല്ലോ. പാക്കനാരുടെ കാര്യം പോട്ടെ, ഉത്സവത്തിനെങ്കിലും വരാറുണ്ടല്ലോ. പക്ഷെ നോക്ക്, ഉരുട്ടിക്കയറ്റാനുള്ള കല്ലില്ലാതെ ആദ്യമായിട്ടാ നാറാണത്തിന്റെ കുന്നിമോളി കാണുന്നത്. ശരിയാ, ആളിന്ന് വളരെ ശാന്തനുമാണ്. ആരാ ഉപ്പൂറ്റ ഈ പല്ലക്കിൽ വരണത്? സംശയം എന്താ? രാജകുമാരി കാരക്കലമ്മ തന്നെ. അല്പം അങ്ങോട്ട് മാറിയെന്നുള്ളൂട്ടോ എല്ലാവരും. എന്താണാവോ പതിവില്ലാതെ പരിവാരങ്ങളൊന്നും കൂടാതെ ക്ഷേത്രതടയില്? എനിക്കിന്നലെ സ്വപ്നത്തിലൊരു അരുളപ്പാടുണ്ടായി. വായിലാക്കുന്നിലപ്പൻ പ്രകാശരൂപത്തിൽ വന്നുണർത്തിച്ചു. ഇന്ന് സായാഹ്നത്തിൽ ക്ഷേത്രത്തിൽ മണിമുഴങ്ങുമ്പോൾ ഈ നടയിൽ എത്തിച്ചേരണമെന്ന്. അപ്പൻ പറഞ്ഞാൽ വരാതിരിക്കാനാവുമോ? അത്ഭുതം! വന്നിരിക്കുന്ന എല്ലാവർക്കും ആ അരുളപ്പാടുണ്ടായിരിക്കുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഏവരും ഇവിടെ വന്നതിൽ നാം സംപ്രീതനായിരിക്കുന്നു. പതിറ്റാണ്ടുകളായി നിങ്ങളെ അറിയാതെ കിടക്കുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഇന്നിവിടെ ചുരുളഴിയുകയാണ്. ആ രഹസ്യം എന്താണ് ദേവ? നിങ്ങളുടെ ജന്മരഹസ്യം. നാളെയേറെയായി ഞങ്ങൾ പരസ്പരം അറിയുന്നവർ. ഓരോ ദിക്കിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കുലത്തിൽ പല അച്ഛനമ്മമാർക്ക് പിറന്നവർ. ഇതിലെന്താണിത്ര രഹസ്യം? അങ്ങനെയല്ല അഗ്നിഹോത്രി. നിങ്ങൾ വ്യത്യസ്തമായ കുലത്തിൽ വളർന്നു എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾ അച്ഛനെന്നും അമ്മയെന്നും വിളിച്ചവരല്ല നിങ്ങളുടെ യഥാർത്ഥ മാതാപിതാക്കൾ. അവർ നിങ്ങളുടെ വളർത്തുടമസ്ഥർ മാത്രം. സത്യമോ? എങ്കിൽ പിന്നെ ആരാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും? ദയവായി അരുളി ചെയ്താലും. ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരേ രക്തം, ഒരേ കുലം, ഒരേ വംശം. എല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്. ഓരോരുത്തർക്കും വെവ്വേറെ അച്ഛനമ്മമാരില്ല. എല്ലാവരുടെയും അച്ഛനും അമ്മയും ഒന്നു തന്നെ. എങ്കിൽ പറയൂ ദേവരെ, ആരാണ് ഞങ്ങളുടെ ശരിയായ അച്ഛനും അമ്മയും? കേട്ടോളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. വിക്രമാദിത്യ മഹാരാജാവിന്റെ രാജധാനിയിലെ നവരത്നങ്ങളിൽ പ്രധാനിയായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന് പഞ്ചമി എന്ന പറയിപ്പെണ്ണിൽ ജനിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. വിശ്വസിക്കാനാവുന്നില്ല ദേവ. ഇവരൊക്കെ കൂടപ്പിറപ്പുകളാണെന്നറിയുന്നതിൽ വളരെ സന്തോഷം. പക്ഷേ എന്തിനാണ്, എങ്ങനെയാണ് ദേവ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടത്? നിങ്ങളെല്ലാവർക്കും വേണ്ടി ഒരിക്കൽ മാത്രം മൺമറഞ്ഞു പോയ ആ ആത്മാക്കളെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. സംശയങ്ങൾ നേരിട്ട് ചോദിച്ചുകൊള്ളുക. ദേ, അവർ വരുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇതാണ് യഥാർത്ഥ നിയോഗം. വിധി അലംഘനീയമാണ്. ബ്രാഹ്മണനായ ഈ ഞാൻ പഞ്ചമി എന്ന ഈ പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വന്നത് വിധി. ഒടുവിൽ മരണാനന്തരമുള്ള ഈ കൂടിക്കാഴ്ചയും മറ്റൊരു വിധി. പക്ഷേ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചത് വിധിയാണോ? അത് തെറ്റായി പോയില്ലേ? അമ്മേ, നൊന്തുപെറ്റ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? ശരിയാണ് മകനെ, ന്യായീകരണങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷേ നിങ്ങളുടെ അച്ഛൻ ഈ വരരുചി ത്രികാലജ്ഞാനിയായിരുന്നു. ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ. പണമില്ലാതെ ലക്ഷ്യവുമില്ലാതെ തുടർന്ന യാത്ര. ഓരോ തവണയും പേര് കഴിയുമ്പോഴും കുഞ്ഞിന് വായുണ്ടോ പഞ്ചമിയെന്ന് അദ്ദേഹം ചോദിക്കും. ഉണ്ടെന്ന് ഞാൻ മറുപടി പറയുമ്പോൾ അതിനെ അവിടെ ഉപേക്ഷിക്കുക, വാകേറിയ ദൈവം അന്നവും നൽകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അവരുടെ നന്മയ്ക്കല്ല, ലോക നന്മയ്ക്ക് അതാണ് നല്ലതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ്യം. അതുകൊണ്ടാണ് മാതൃസ്നേഹത്തിന്റെ മെഴുനീരിൽ മുക്കി തീരാവേദനയോടെ നൊന്തുപെറ്റ എന്റെ 12 കുഞ്ഞുങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചത്. അച്ഛാ, മക്കളെ ഉപേക്ഷിക്കുമ്പോൾ എന്ത് ലോകനന്മ വരുമെന്നായിരുന്നു ത്രികാലജ്ഞാനിയായ അങ്ങയുടെ നിഗമനം? മകനെ പാക്കനാരെ, നിന്റെ ചോദ്യത്തിന്റെ യുക്തിബോധത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുമുണ്ട്. സാമർത്ഥ്യത്തിൽ നീ കേമനാണ്. വേദോപനിഷത്തുകളുടെ സംഗമം അഗ്നിഹോത്രിയിലൂടെ പുതിയ വ്യാഖ്യാനങ്ങളാകും. രാജ്യഭരണത്തിൽ ഇതുവരെ കാണാത്ത നൂതനാശയങ്ങൾ കാരക്കലമ്മയിലൂടെ ഈ നാട് മുഴുവൻ പരക്കും. തച്ചുശാസ്ത്രത്തിന്റെ ദന്തഗോപുരമായി പെരുന്തച്ചൻ പുകൾപെറ്റു. വാണിജ്യതന്ത്രങ്ങൾ ഉപ്പൂറ്റനിലൂടെയും രാജതന്ത്രങ്ങൾ രചകനിലൂടെയും മായാവിദ്യകൾ ചാത്തനിലൂടെയും സംഗീതം പാണനിലൂടെയും കവിത്വം വള്ളുവനിലൂടെയും യുദ്ധകാണ്ഡങ്ങൾ നായരിലൂടെയും ഈ ലോകത്ത് മുഴുവൻ വ്യാപിക്കും. അപ്പോൾ സഹോദരൻ നാറാണത്തോ? എല്ലാറ്റിനും മുകളിൽ ദർശനങ്ങളുടെ പുണ്യവും പേറി എല്ലാവരും ഭ്രാന്തനെന്ന് വിളിക്കുന്ന എൻ്റെ ഈ ഉണ്ണി നാറാണത്തുമുണ്ടാകും. അവന് മുകളിൽ
ഈശ്വരൻ കുടികൊള്ളും. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിന് ഇതൊന്നും ലഭിക്കില്ലായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കുലത്തിൻ്റെ പിതാമഹന്മാരായി മാറും. ഇത്രയും കാലം നമ്മളേവരും അജ്ഞതയുടെ അന്ധകാരത്തിലാണ് ജീവിച്ചത്. രക്തബന്ധം മനസ്സിലാക്കാതെ, കുലങ്ങളുടെ മഹിമ മനസ്സിലാക്കാതെ. ഈ സംഗമം മുജ്ജന്മ സുഹൃതമാണ്. ഭാവനയിൽ നിങ്ങളുടെ മുഖങ്ങൾ എന്നും മനസ്സിലുണ്ടായിരുന്നു. മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ നേരുന്ന ഒരു കനലായിരുന്നു എൻ്റെ ഹൃദയം. അതിൻ്റെ കാഠിന്യം ഒരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാവരെയും ഒരിക്കലെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. എല്ലാം ഈശ്വര നിശ്ചയം. പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്കാണല്ലോ ഞാൻ ജന്മം കൊടുത്തത്. ഇവിടെ 11 പേരെ മാത്രമേ കാണാനുള്ളല്ലോ. എവിടെ എവിടെ എന്റെ 12-ാമൻ? അമ്മേ, ഞാനാണമ്മേ അമ്മയുടെ ആ 12-ാമൻ. ദൈവമേ, പാടില്ലമ്മേ. ഒരു അമ്മ മകന്റെ കാൽ തൊട്ട് വണങ്ങുന്നു. പാടില്ല. സന്തോഷമായി. ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് നാം കാത്തിരുന്നത്. എല്ലാവരെയും കാണാനും ഒന്നിച്ചു കൂടാനും കഴിഞ്ഞല്ലോ. സന്തോഷം. എല്ലാവർക്കും നന്മ വരട്ടെ. കണ്ണു തുറന്ന് കണ്ടില്ലേ, കാതു തുറന്ന് കേട്ടില്ലേ? ദൈവം പോലും പിറന്നത് ഒരു പറയുടെ ഉദരത്തിൽ നിന്നാണെന്ന്. മേളത്തെ അഗ്നിഹോത്രിയും പാണനും പാക്കനാരും രചകനും ഉപ്പുകൂറ്റനും സഹോദരങ്ങളാണെന്ന്. ബ്രാഹ്മണന് പറയിപ്പെണ്ണിന് പിറന്ന സന്താനങ്ങളാണെന്ന്. ഇത്രയും നേരം ഞങ്ങളെ കണ്ടും കേട്ടുമിരിക്കുന്ന നിങ്ങൾക്കോരോരുത്തർക്കും മനസ്സിലായോ? മലയാളക്കരയിലെ സകല ജാതിയും ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും സൃഷ്ടിയാണെന്ന്, എല്ലാവർക്കും ഒരേ രക്തമാണെന്ന്. ഇവർക്കാർക്കും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? എല്ലാം കൈവിട്ടു പോയില്ലേ? എന്നെ കേൾക്കുന്നവരെ, കാലം പിഴച്ചുപോയി. വരരുചിയുടെ കണക്കുകൾ തെറ്റിപ്പോയി. വായിലാ കുന്നിലപ്പൻ അശക്തനായി. കലികാലം. കലാലയമുറ്റത്ത് സ്വന്തം സഹപാഠികളെ കുത്തിമലർത്തുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതിർന്നവരാൽ പിച്ചി ചീന്തപ്പെടുന്നു. വിശന്നിട്ട് കടയിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് പോയതിന് ഒരു പട്ടിണിപ്പാവത്തെ മൃഗത്തെ പോലെ തല്ലിക്കൊല്ലുന്നു. ഇനിയും വരുന്നുണ്ട് ഇതിലും ഭയാനകമായ പുലരികൾ. യുവജനങ്ങൾ ലഹരിക്കും മയക്കുമരുന്നിനും അടിമകളാകുന്നു. കാത്തിരുന്നോളൂ. പ്രതിവിധി ഒന്നേയുള്ളൂ. ജാതിയും മതവും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കൂ. അന്യോന്യം സ്നേഹിക്കാൻ പഠിക്കൂ. തിരുത്താനാകും. നിങ്ങൾക്കേ തിരുത്താനാകൂ. നിങ്ങൾ തിരുത്തിയേ പറ്റൂ. ഇത് ഈ ഭ്രാന്തന്റെ അപേക്ഷയാണ്. ഈ ഭ്രാന്തന്റെ സ്വപ്നമാണ്. ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം.
നേരുന്ന താൻ തന്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരുന്ന താൻ തന്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരുന്ന താൻ തന്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരുന്ന താൻ തന്റെ സ്വപ്നം